ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീലേഖ ഉണ്ണിത്താൻസ് വേൾഡ്. ഇന്ന് നമ്മളൊരു തട്ടിക്കൂട്ട് മോരുകറിയാണ് ഉണ്ടാക്കുന്നത്. ഇതിന് തട്ടിക്കൂട്ട് മോരുകറി എന്ന് തന്നെ പറയാം. വിഷുവിന് മേടിച്ചതിൻ്റെ ബാക്കി ഒരു വെള്ളരിക്കയുടെ കഷ്ണം ഉണ്ടായിരുന്നു, ഒരു 2 ചേമ്പിൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു, പിന്നെ പച്ചമാങ്ങ മേടിച്ചത് പഴുത്തുപോയി. അപ്പോൾ ഒന്ന് വാടിപ്പോയി. ആ പച്ചമാങ്ങയൊക്കെ കൂടിയിട്ട് നമുക്കൊരു തട്ടിക്കൂട്ട് മോരുകറി ഉണ്ടാക്കാം. അതിനു വേണ്ടി ഞാൻ ആദ്യമേ ഈ വെള്ളരിക്കായും ചേമ്പും പച്ചമാങ്ങയൊക്കെ കഴുകി 2 പച്ചമുളകും കീറിയിട്ട് അടുപ്പിലേക്ക് വെക്കാൻ പോവുകയാണ്. നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പുമൊക്കെ ചേർത്തിട്ട് കഷ്ണങ്ങൾ വേവാൻ വെച്ചു. ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് ഞാൻ തേങ്ങ തിരുമ്മി അരച്ചുകൊണ്ട് വരാം. ഈയിടെ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ വ്ലോഗ് കാണാത്തതെന്നൊക്കെ. എനിക്ക് ആകെപ്പാടെ ഭയങ്കര മനപ്രയാസമായിരുന്നു. ഞങ്ങളുടെ ഏമി, ഞാൻ 16 വർഷമായിട്ട് വളർത്തിക്കൊണ്ട് വരുന്നൊരു എൻ്റെ ഡോഗാണ്. അവൾക്ക് തീരെ സുഖമില്ല. ഒരുപാട് ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞു. ഇനിയും ഡോക്ടറൊന്നും ചെയ്യാനില്ലെന്നാണ് പറഞ്ഞത്. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? 16 വർഷം വരെ അവൾ ജീവിച്ചില്ലേ. അപ്പം അവളുടെ അസുഖം കാരണം ഭയങ്കര മനപ്രയാസമായിരുന്നു. ഇപ്പോഴും അവളൊന്നും കഴിക്കുന്നൊന്നുമില്ല. വെറും ഗ്ലൂക്കോസ് വെള്ളം മാത്രം കുടിച്ച് അവൾ കിടക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഏമിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് ഏമിയുടെ ആ മനപ്രയാസം കാരണമാണ് ഞാൻ വ്ലോഗൊന്നും ഇടാതിരുന്നത്. അപ്പോൾ നമുക്കിന്ന് ഈ തട്ടിക്കൂട്ട് മോരുകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ മോരുകറിയുടെ കഷ്ണം വേകുമ്പോഴത്തേക്ക് ഞാൻ തേങ്ങ അരയ്ക്കാൻ എടുത്തു. തേങ്ങ ഒരു ചെറിയ മുറി തേങ്ങയാണ്, അല്ലെങ്കിൽ ഒരു 5-6 ടേബിൾ സ്പൂൺ കാണും. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 നമ്മൾ കഷ്ണത്തിൻ്റെ കൂടെ കീറിയിട്ടിട്ടുണ്ട്, പിന്നെ 1/2 സ്പൂൺ ജീരകമുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കണം. മോരുകറിയുടെ കഷ്ണം എല്ലാം വെന്തു. ഞാൻ അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമ്മുടെ മിക്സറിൻ്റെ ജാറ് കഴുകി ഇത്ര വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ മിക്സറിൻ്റെ ജാറ് കഴുകി അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഈ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് അതിൻ്റെ പച്ച മണമൊക്കെ മാറി കിട്ടുമ്പോൾ നമുക്ക് മോര് ചേർത്ത് കൊടുക്കണം. അതും തീ ഓഫ് ചെയ്തിട്ട് വേണം മോര് ചേർത്ത് കൊടുക്കാൻ. നമ്മുടെ അരപ്പൊന്ന് തിളച്ച് പച്ചമണമൊക്കെ മാറിക്കിട്ടി. ഞാൻ ഗ്യാസ് ഏറ്റവും കുറച്ച് വെച്ചുകൊണ്ട് ഈ മോര് ചേർത്ത് കൊടുക്കുകയാണ്. ഈ കറിയുടെ തന്നെ ചട്ടിയുടെ തന്നെ ചൂടിൽ മോര് ചൂടായിക്കോളും. ഇനി ഞാൻ തിളപ്പിക്കുന്നില്ല. ഇതിപ്പോൾ നമ്മൾ ഗ്യാസ് സിമ്മിലാണ്. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിന് കടുക് വറക്കാം. നമ്മൾ മോരുകറിക്ക് കടുക് വറക്കാനായിട്ട് ഒരു ചെറിയ ചട്ടി വെച്ചു. അതിലേക്ക് ഇത്തിരി ഉലുവ ഇട്ട് കൊടുത്തു. 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഉലുവയൊക്കെ പൊട്ടി വന്നു. അതിലേക്ക് ഞാൻ ഗ്യാസ് കുറച്ചിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇപ്പം ചുമന്ന മുളക്, വറ്റൽമുളക് ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ ഇപ്പം വറ്റൽമുളകില്ല ഇവിടെ, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. അപ്പം ഞാൻ ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ്. ഇപ്പം ഞാൻ മിച്ചമുള്ള സാധനങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റുണ്ട്. ഒരു മാങ്ങയുടെ ചെറിയ മധുരവും മോരിൻ്റെ പുളിയും എല്ലാം കൂടെ വളരെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. മിക്കവാറും കേരളത്തിലുള്ള എല്ലാവർക്കും മോരുകറി ഉണ്ടാക്കാൻ അറിയാമായിരിക്കും. അറിയാൻ മേലാത്ത കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം, ചെയ്തവർ പിന്നെ ചെയ്യരുത്.